പൊടിക്ക് ഉള്ളി നന്നാക്കാൻ നിന്റെ ഫുഡ് ഫെസ്റ്റിവലാണ് കൂടടാ കുട്ടി ഉള്ളി നന്നാക്കാൻ കൂടെ നിന്റെ ഫുഡ് ഫെസ്റ്റിവലാണ് ഫുഡ് ഫെസ്റ്റിവലാണ് നീ പഠിച്ചോ നീ പഠിക്കോ റിഹാൻ പഞ്ചായത്ത് ഫോട്ടോ എടുക്കണേ ഞങ്ങളുടെ ID കാർഡുമായി ഫോട്ടോ എടുത്തിരിക്കുക അങ്ങനെ ഫോട്ടോ മറ്റേ ജേഴ്സി ID കാർഡിന്റെ ഫോട്ടോ എടുക്കണ മാതിരി എടുത്തിരിക്കുക എന്തിനാന്ന് അറിയില്ല. അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈവനിങ് മുതലാണ് കേട്ടോ. ആൺകുട്ടി ഇതാ ട്യൂഷൻ പോവാണ്. ഇപ്പം പോകുന്നത് ഇവിടെ വൈസ് പാർക്കിൻ്റെ അവിടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എന്തായാലും അവൻ പോയ ശേഷം റിഹാൻ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. റിഹാൻക്ക് ചോറ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചോറിലേക്കൊന്നും ഫിഷും ചിക്കനും ഒന്നും ഇല്ല. അപ്പോൾ എന്നാലും വിശക്കുന്നുണ്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ സാമ്പാറും ഉപ്പേരിയും ചോറൊക്കെ കൊടുത്തു കേട്ടോ. എഗ്ഗൊന്നും വേണ്ട പറഞ്ഞു. അവനക്ക് പൊതുവേ എഗ്ഗ് ഫ്രൈ ചെയ്ത് ഇഷ്ടമല്ല. ഈ ഒരു സംഭവം ഉണ്ടല്ലോ എന്താണെന്നറിയോ, ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ വെള്ളം എടുത്തിട്ടിരിക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവന് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ ഇതിലൊന്നും വെള്ളം കൊണ്ടു കൊടുത്തു കേട്ടോ. ഇനി അവന് എന്നോട് വെള്ളം ചോദിക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയും ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊണ്ടുവയ്ക്കുക എന്ന്. പക്ഷെ മറക്കും, രണ്ടുപേരും ഒരേപോലെയാണ്. എന്നിട്ട് ഞാൻ അവിടെ നിറച്ച് വെച്ച ബോട്ടിൽ നിന്നൊക്കെ എടുത്തു. ഞാനും പപ്പയോ മമ്മിയോ ആരെങ്കിലുമൊക്കെ നിറച്ച് വെക്കും ടേബിളിൽ ഇങ്ങനെ ബോട്ടിൽ വെള്ളം. പക്ഷെ അവരതെടുത്ത് കുടിക്കും. റിഹാൻ പിന്നെ നിറച്ച് വെക്കും. അയാൻ ഭയങ്കര മടിയനാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി ഉമ്മാൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഉമ്മാൻ്റെ സിസ്റ്റർ വന്നപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വിസിറ്റ്. അങ്ങനെ അത് കഴിഞ്ഞ് ചായയൊക്കെ കൊടുത്തിട്ട് ഞാൻ ഒന്ന് അടിച്ചു വാരിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ്, വലിയൊരു പണിയുണ്ട് എനിക്ക്. നാളെ വ്യാഴാഴ്ചത്തേക്കുള്ള പണിയാണ്. അതിൻ്റെ പകുതി പണി ഇന്ന് തീർത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി വലിയ ഉള്ളി ഒക്കെ നന്നാക്കണം കേട്ടോ. പിന്നെ ഞാൻ പോയി ചായ വെച്ചതിൻ്റെയും കഴിച്ചതിൻ്റെയും കുട്ടികളുടെ ലഞ്ച് ബോക്സും എല്ലാം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. ഈവനിങ് കുറേ ദിവസമായില്ല എന്നെ വ്ളോഗ് ഇട്ടിട്ട്. ഈവനിങ് ആകുമ്പോണ്ടല്ലോ എടുക്കാനൊരു മടിയാണ്, അത് കാരണമാണ് കേട്ടോ. പിന്നെ ഇന്നലെ നമ്മുടെ ജിമ്മിൻ്റെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ജിമ്മിന് ഇടുന്ന ഡ്രസ്സിൽ കാണാൻ പൊളിയാണ്. അതും പറഞ്ഞ് ഞാൻ ഡെയിലി വ്ളോഗിൽ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് വന്നിട്ടുണ്ടല്ലോ. എന്നെ പൊങ്കാലി ഇടും ആൾക്കാർ. പൊങ്കാലി ഇടൽ പേടിച്ചിട്ടൊന്നുമല്ല, ആ ഡ്രസ്സ് ഭയങ്കര ചൂടാണ്. നമുക്ക് കോട്ടൻ്റെ ലൂസായിട്ട് ഉള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് ശീലമായില്ലേ, അതല്ലേ നമുക്ക് നല്ലത്. അപ്പം എന്തായാലും ഞാൻ തുണികളൊക്കെ ഒന്ന് വേഗം മടക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെന്തോ ഒരു വേലക്കാരിനെ വെച്ചുകൂടെയെന്ന്. അതിന് മാത്രം ജോബൊന്നും നമ്മുടെ വീട്ടിലില്ല. പിന്നെ പുറം പണി, വീട് ക്ലീൻ ചെയ്യൽ, ഹെവി ക്ലീൻ ചെയ്യലൊക്കെ നമ്മൾ ചേച്ചിനെ വിളിക്കുന്നതാണ്. ഡെയിലി ഒന്നും എനിക്ക് വേലക്കാരൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യുക, ഒന്ന് പറഞ്ഞു താ. എനിക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. ഞാൻ ഉറക്കം തൂങ്ങി അവിടെ ഇരിക്കുന്നേ. എനിക്ക് അങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും ഞാൻ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. ഒരു 5 മിനിറ്റ് ചുമ്മാ ഞാൻ ഇരുന്ന് നോക്ക്, അവിടെ കിടന്നുറങ്ങും. അങ്ങനെയാണ് എൻ്റെ സ്വഭാവം കേട്ടോ. ഇത് സ്വാതി ജംഗ്ഷൻ ഉള്ളതല്ലേന്ന് എന്താന്ന് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ ഒരു കമൻറ്റ് കണ്ടു, അതെനിക്കൊന്നും മനസ്സിലായില്ല. ജിനി പാലക്കാട് സ്ലാങ് ഇല്ലാലോ, ഞങ്ങളുടെ നാട്ടിലെ സംസാരം. ഞാനുണ്ടല്ലോ മലപ്പുറം പാലക്കാട് ബോർഡറിലാണ്. അപ്പം എനിക്ക് അവിടുത്തെ സ്ലാങ് ആണ് കൂടുതൽ വരിക എന്ന് വിചാരിച്ച് ഞാൻ പക്ക അവിടുത്തെയല്ല പക്ക പാലക്കാടും അല്ല, രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ഭാഷയാണ് കേട്ടോ സംസാരിക്കുക. പിന്നെ എനിക്ക് പല പല ഭാഷകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഐ മീൻ സ്ലാങ്ങുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അതിലൊന്നും വലിയ കാര്യമില്ലാന്ന്.
പിന്നെ ഇന്നത്തെ വ്ലോഗ് നല്ല രസമുണ്ടായിരുന്നു, വെറൈറ്റി ആയിപ്പോയി. ആ വെറൈറ്റി കാരണമാണ് തോന്നുന്നു നമ്മുടെ ഫർഹാന് പിന്നെ എനിക്ക് കമന്റ് ഒന്നും ഇട്ടിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി പോയിട്ടോ അവന്റെ കമന്റ് കാണാനിട്ട്. അവനാണോ അവളാണോ എന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായി പോയിട്ടോ. ഞാനിങ്ങനെ നോക്കിയിരുന്നു എവിടെ അവന്റെ കമന്റ് എവിടെ എന്ന്, പക്ഷെ കിട്ടിയില്ല, കണ്ടില്ല. പിന്നെ സെറ്റിയിൽ നൈറ്റ് പൂച്ച കയറി കിടക്കൂലേ, നമ്മൾ സെറ്റി കമഴ്ത്തിയിടും. ഐ മീൻ കംപ്ലീറ്റ് കമഴ്ത്തിയിട്ടല്ല, ഇരിക്കുന്ന ഭാഗത്ത് മേൽഭാഗം ഉണ്ടാവില്ലേ, ആ ഭാഗം അങ്ങ് താഴ്ത്തിടും. പിന്നെ നമ്മൾ മേലെ അങ്ങനെ ജസ്റ്റ് ഒരു ലുങ്കി മുണ്ട് വിരിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും നമ്മുടെ പൂച്ച പ്രശ്നം അവിടെ തീർന്നില്ലേ. ഇന്ന് കെട്ടിയവൻ വന്നപ്പോൾ ഭയങ്കര ഉത്സാഹത്തോടെ ഞങ്ങൾ എല്ലാവരും പോകുന്നതിന്റെ വലിയൊരു റീസൺ ഉണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ മേടിച്ചിട്ട് വന്നു, കെട്ടിയവൻ മേടിച്ചിട്ട് വന്നു, ഞാൻ പുറത്തുനിന്ന് മേടിച്ചിട്ട് വന്നു കേട്ടോ. അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ നമ്മള് വെനസ്ഡേ അല്ലേ, വെനസ്ഡേ KFCക്ക് ഭയങ്കര ഓഫറാന്നേ. അപ്പം ഓക്കെ, ഇന്ന് കുറേ ആയി KFC കഴിച്ചിട്ട്. എന്താല്ലേ ഞങ്ങളുടെയൊക്കെ അവസ്ഥ, രാവിലെ പോയി അവിടെ പോയി കസർത്ത്, രാത്രി വന്ന് ഇവിടെ വന്ന് ഫുഡ് അടി. ഇന്നലെ എൻ്റെ ഇൻസ്റ്റാ പേജിലുണ്ടല്ലോ ഒരു കുട്ടി അങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, രാവിലെ പോയി ഇങ്ങനെ ചെയ്ത് വന്ന് ഫുഡ് അടിക്കുക, ഫുഡില്ലാതെ പറ്റില്ല അല്ലേ, നന്നായി കഴിക്കുക, നന്നായി വർക്കൗട്ട് ചെയ്യുക. അതെ, ഈറ്റ് സ്ലീപ്പ് റിപ്പീറ്റ്, ഈറ്റ് സ്ലീപ്പ് വർക്കൗട്ട് റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കണ്ടു. അതാണ് ഇപ്പൊ അവസ്ഥ. പക്ഷെ ഈറ്റ് സ്ലീപ്പ്, വീട്ടിലെ ജോലികൾ, എന്താ പറയുക, വർക്കൗട്ട് റിപ്പീറ്റ്, ഇതാണ് കേട്ടോ എൻ്റെ അവസ്ഥ. സ്ലീപ്പ് പക്ഷെ കുറച്ച് കമ്മിയാണ്. അപ്പോൾ ഉമ്മ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇന്നത് കഴിക്കണം ഒരേ വാശി. ഞാൻ പറഞ്ഞതാണ് കഴിക്കൂല, നമുക്ക് ബർഗറും ഫ്രൈഡ് ചിക്കനും ഒക്കെ കഴിക്കാനുണ്ട് എന്ന് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു. പക്ഷെ കേട്ടില്ല. അവർക്കത് കുറച്ച് ടേസ്റ്റ് നോക്കണം നിർബന്ധം കേട്ടോ. അപ്പൊ ശരി, ഓക്കെ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാനങ്ങ് കൊടുത്തു. പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ടു കുക്കാണ് കേട്ടോ, ഇക്ക മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തു. കാരണം അവിടുന്ന് കുക്ക് ചെയ്തതിന്റെ വായിൽ കൈയൊക്കെ നിൽക്കണണ്ടില്ലേ, അത്രയും ടേസ്റ്റ് ഉണ്ടല്ലേ. കുക്ക് ചെയ്തതിന്റെ മേടിച്ചിട്ട് വരുമ്പോൾ അതൊരു വധവതാന്നായി പോവും, കുഴഞ്ഞു പോലെ ആയിപ്പോവും. വധവതാന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ഒരു പറച്ചിലാണ് കേട്ടോ. പിന്നെ ഒരു മഷ്റൂം മേടിച്ചിട്ടുണ്ടായിരുന്നു, 4 പാക്കറ്റ് മഷ്റൂം മേടിച്ചു. അതിന്റെ കാരണം ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ആ റെസിപ്പി വീഡിയോ എടുക്കാൻ ചിലപ്പോൾ പറ്റില്ല. കാരണം 10:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് റിഹാന്റെ സ്കൂളിലോട്ട് പോകണം. അവിടെ ഉണ്ടല്ലോ ഫുഡ് ഫെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ റിഹാന്റെ അടുത്ത് ബിരിയാണി ഉണ്ടാക്കിയിട്ട് വരാനാ പറഞ്ഞത്. റിഹാന്റെ അടുത്തല്ല, റിഹാന്റെ ഉമ്മാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവനാണ് കൊണ്ടുപോണത്. പിന്നെ 2 കിലോ ആണ് കേട്ടോ ബിരിയാണി വേണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ ഉണ്ടാക്കാം. ആദ്യം വിചാരിച്ചു മസാലയൊക്കെ റെഡിയാക്കി വെക്കാന്ന് വിചാരിച്ചു. കാരണം രാവിലെ തന്നെ കൊടുത്തു വിടണല്ലോ. അപ്പൊ ടീച്ചർക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു 10:30 ആകുമ്പോഴത്തേക്കും കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ഓക്കെ, എന്തായാലും പണി രാവിലെ ഉണ്ടാവും, പിന്നെ രാത്രിയും കുറെ പണിയെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ ആക്കാന്നുള്ള പ്ലാനായിട്ടോ. അങ്ങനെ കൊണ്ടുവന്ന ഫുഡൊക്കെ നമ്മൾ എടുത്ത് വിളമ്പാണ്. എൻ്റെ കുട്ടി എന്തൊരു നീറ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ ഇടയിൽ ഞാൻ കൊള്ളാക്കാനായിട്ട് ഇങ്ങനെ ഇമാതിരി ഓരോ ഫുഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പഠിപ്പ് ശരിയാവും. അപ്പൊ എന്തായാലും നമ്മളിതാ ഒക്കെ എടുത്തു നോക്കി. വെനസ്ഡേയിൽ ഓഫറും പ്ലസ് ഒരു ബർഗർ ഫ്രീ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. KFC ലവേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വെനസ്ഡേ നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അങ്ങനെ നമ്മളിതാ എല്ലാം വാങ്ങി വെച്ചു, എടുത്തു വെച്ചു. പിന്നെ ആ ഒരു മയണൈസ് ഉണ്ടല്ലോ, അത് നമ്മൾ അജ്ഫാന്ന് മേടിച്ചതാണ്. നല്ല ക്വാളിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നി. അജ്ഫാനാകുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവുമല്ലോ, കാരണം നമ്മൾ അത്രയും പ്രൈസൊക്കെ കൊടുത്ത് മേടിക്കണതാണ് സംഭവം. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, പുറത്ത് വെക്കാൻ പറ്റില്ല. ഇങ്ങനത്തെയൊക്കെ മയണൈസിന് അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ നമുക്ക് പേടിക്കാണ്ട് കഴിക്കാം. അങ്ങനെ എല്ലാം സെർവ് ചെയ്ത് തരികയാണ്. ഞാൻ അവിടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പം ഞാനും റിഹാനും വിചാരിച്ചത് ഈ ലൈസും ഇതിൻ്റെ കൂടെ കഴിക്കാനാണെന്നാ. പക്ഷെ ലൈസ് ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഏതോ ഒരു ആപ്പ് വഴി ബുക്ക് ചെയ്തപ്പം ഒരു ലൈസും ഒരു പെപ്സിയും കൂടെ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ സംഭവമാണ് കേട്ടോ അത്. നമുക്ക് കുറേ അറിയാത്ത ഓഫറും ഫ്രീകളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിതൊന്നും അറിയില്ല കേട്ടോ, ഇക്കാണ് ഇതെല്ലാം ചെയ്യാറുള്ളത്. പിന്നെ ആ ടൈം ഫേവറേറ്റ് വ്ളോഗർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു കമന്റ് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. കുറെ ആയിട്ട് മാതിരി ഒരു കമന്റ് ഒക്കെ. അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ റെഡിയാക്കി എടുത്തു. ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മോൻ ഇതെല്ലാം കഴിക്കുന്നു വിചാരിക്കില്ലേ. പക്ഷെ ഭയങ്കര കപ്പാസിറ്റി കുറവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനടക്കം അവനേക്കാൾ കഴിക്കുന്നു. എനിക്ക് അങ്ങനെ തോന്നാറുള്ളത്. അവന് എന്തെങ്കിലും ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ഹെവി ആവും. ഞാൻ പറയുന്നത് റിഹാന്റെ കാര്യമാണ്, അയാന്റെ കാര്യമല്ല. അയാൻ പിന്നെ എത്ര വേണമെങ്കിലും കഴിച്ചോളും. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നെയ്റ്റൊക്കെ അവന് ഓവർ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും വൊമിറ്റ് ചെയ്യാൻ. അത് അവൻ്റെ വലിയൊരു പ്രശ്നമാണ് കേട്ടോ.
മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, പ്രശ്നമാണ്. നമ്മൾ കൊടുക്കണോണ്ടല്ലോ അവൻ കഴിക്കുന്നത്. അങ്ങനെ എന്താണ് നിങ്ങൾ വിശേഷങ്ങളൊക്കെ പറയുക. ഞാനിതെല്ലാം ഓപ്പൺ ആക്കിയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് കഴിക്കുകയാണ്. എനിക്കെല്ലാം നിരത്തി വെച്ച് എല്ലാം പ്ലേറ്റിൽ വിളമ്പി സമാധാനത്തോടെ ഇരുന്ന് കഴിക്കണതാണ് എനിക്കിഷ്ടം കേട്ടോ. അതേപോലെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണെങ്കിൽ ആഫ്റ്റർ ഫുഡ് ലഞ്ചിന് നമ്മൾ പായസമൊക്കെ കുടിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എല്ലാവർക്കും വിളമ്പി കൊടുക്കും. പക്ഷെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് അടുക്കളയൊക്കെ നീറ്റാക്കി ഫോണൊക്കെ എടുത്ത് പോയി ആ റൂമിലിരുന്ന് അതിങ്ങനെ പതുക്കെ ഓരോ വീഡിയോ ഒക്കെ കണ്ട് കഴിക്കും. അതിൻ്റെ ഒരു വൈബ് വേറെയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എന്താ പറയുക കഴിക്കുന്നത് കേട്ടോ. പിന്നെ കമൻറ്റ് വായിക്കുന്നില്ലല്ലോ എന്ന്. കമൻറ്റ് ഞാൻ ഇടയ്ക്ക് വായിക്കുന്നുണ്ടല്ലോ. എല്ലാ വ്ളോഗിലും വായിക്കാൻ നമുക്ക് ചിലപ്പോൾ സമയം കിട്ടൂല മുത്തേ. അപ്പോൾ പറ്റുന്ന വ്ളോഗിലൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിൻ്റെ അവിടേക്ക് ഒന്ന് ജസ്റ്റ് നീറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ പോയി പാത്രം കഴുകണം, കുടിക്കാനുള്ള വെള്ളമൊക്കെ വെക്കണം, 2 ഫ്ലാസ്കിലും നമുക്ക് നിറച്ച് വെക്കണം. പിന്നെ നമ്മൾ ഒഴിച്ച് വെക്കണം കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല, കുറേ കാണിച്ചത് കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തു. പിന്നെ കഴുകിയെടുത്ത പാത്രങ്ങളിനൊക്കെ ഒന്ന് വേറെ മാറ്റി വെക്കണം. അങ്ങനെ നമ്മുടെ FBയിൽ ഒരുപാട് പോസ്റ്റുകൾ ഇടാറുണ്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കമൻറ്റ്സ് അതിനൊന്ന് ഇടണം കേട്ടോ. ഭയങ്കര രസമുള്ള കമൻറ്റ്സ് ഞാൻ വായിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വായിക്കുമ്പോൾ തന്നെ. നല്ല രസമാണ് ചില ആൾക്കാരുടെ കമൻ്റൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇതാ എല്ലാ പാത്രങ്ങളും കഴുകിയെടുത്ത് പ്ലേറ്റിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടേണ്ട ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. എന്തോ ഭാഗത്തിന് രക്ഷപ്പെട്ടു. പിന്നെ കഴുകിയ പ്ലേറ്റുകളൊക്കെ ഒന്ന് മാറ്റി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെന്താണ്, ഇന്നിപ്പോൾ അടുക്കളയോട് ഗുഡ് ബൈ പറഞ്ഞു. നാളെ രാവിലെ പൊരിഞ്ഞ പണിയായിരിക്കും. എനിക്ക് തോന്നുന്നു ജിമ്മ് കഴിഞ്ഞ വഴിക്ക് ഞാൻ ഇവിടെ വന്ന വഴിക്ക് ഞാൻ ചിലപ്പോൾ നിൽക്കേണ്ടി വരും കേട്ടോ. കാരണം 3 കിലോ നമുക്ക് ബിരിയാണി വെക്കണം, പിന്നെ ചിക്കന് വെക്കണം, 2 വെക്കണം. മഷ്റൂം ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി വേണ്ട പറഞ്ഞു. പിന്നെ വെജിറ്റബിൾ ബിരിയാണി ആകുമ്പോൾ ഒരുപാട് വെജിറ്റബിളൊക്കെ മുറിച്ച് നമുക്ക് ഒരുപാട് സമയം പോകും. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് മഷ്റൂം ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അത് പിന്നെ ഈസി ആണല്ലോ ഉണ്ടാക്കാൻ. റെസിപ്പി എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ടൈപ്പ് മഷ്റൂം ബിരിയാണി തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ വെള്ളമൊക്കെ ആയപ്പോൾ ഞാൻ 2 ഫ്ലാസ്കിലും വെള്ളമൊക്കെ ഒന്ന് നിറച്ച് വെച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ഇഷ്ടമായിക്കാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ, FB പേജ്, ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.